കുറ്റിച്ചിറ പള്ളിയും തളി ക്ഷേത്രവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കോഴിക്കോടിന്റെ മനസ്സ് കാത്തുവെച്ചതെന്താണ്? പതിറ്റാണ്ടുകളായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് ഇത്തവണയും കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ കഴിയുമോ? ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ? BJP കോർപ്പറേഷനിലെ കറുത്ത കുതിരകളാകുമോ? നമുക്ക് പരിശോധിക്കാം കേരളപ്പോരിലൂടെ. എന്താണ് കോഴിക്കോട് കോർപ്പറേഷന്റെ നിലവിലെ സാഹചര്യം? അതായത് 50 വർഷമായിട്ട് ചില്ലറ കാലമല്ലാതെ എന്ന് പറയും 50 വർഷം എന്ന് പറയുന്നത് 50 വർഷമായി LDF ഭരിക്കുകയാണ് കോഴിക്കോട്. അപ്പോ ഈ നിലവിലെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രാധാന്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവാറില്ല. പൊതുവെ ഭരണവിരുദ്ധ വികാരമൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാറില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടാം LDF സർക്കാർ നേരിടുന്നത് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളിലൂടെയും ഒരു കെട്ടകാലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ LDF സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും, സാധാരണക്കാർ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നനുസരിച്ചിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയാം. ഈ 50 വർഷമായി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഈ ഭരണം നിലനിർത്തുന്നത് എന്നതായിരിക്കും LDFന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ UDFന് മങ്ങിയ പ്രതാപം ഇപ്പൊ 2 തവണയായിട്ടും നിയമസഭയിൽ അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF. UDFനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന് തന്നെ പറയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിൽ മാക്സിമം നേടുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന്റെ വിഷയമായതുകൊണ്ട് തന്നെ UDF ഇത്തവണ മുൻകാലങ്ങളിൽ എല്ലാത്തിൽ നിന്നും ഉപരിയായി ഇത്തവണ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒരു വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളോ തർക്കങ്ങളോ തമ്മിൽ തല്ലോ ഒന്നുമില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയും പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങുകയും ചെയ്തു. UDF കേന്ദ്രങ്ങളെല്ലാം തന്നെ വളരെ ആവേശത്തിലുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്ന് BJP തീരുമാനിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ BJP നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ എന്നാലും BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാം ഒരു പൊതുവിലൊരു മന്ദഗതിയാണ്. ആ തുടക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ വരുന്നതിന് മുന്നേ ഉണ്ടായ ഒരു ആവേശം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അണികൾ BJP ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. പിന്നെ UDFന് ഈ LDF സർക്കാരിന്റെയും ഈ 50 വർഷം കൊണ്ട് LDF ഭരിച്ച കോഴിക്കോട് കോർപ്പറേഷന്റെയും നിരവധി അഴിമതി ആരോപണങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ നേരിട്ടിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് പറയാം. ആ ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്ന് അനുസരിച്ചിരിക്കും UDFന് അവിടെ പെർഫോം ചെയ്യാൻ കഴിയുന്നതും LDFനെ എങ്ങനെ ഇത് ബാധിക്കുമെന്നുള്ളതും. ചേച്ചി, അങ്ങനെ പറയുമ്പോൾ പോലും 5 പതിറ്റാണ്ടായിട്ട് LDFന്റെ കോട്ടയാണ്. കോട്ട തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെറിയ മാർജിനിൽ ഒന്നുമല്ല LDF ജയിച്ചിരിക്കുന്നത്. 51 സീറ്റ് LDFന്, UDFന് 17 സീറ്റേ ഉള്ളൂ. അത്രയും ഒപ്പത്തിനൊപ്പം എത്തണമെങ്കിൽ പോലും അത്രയ്ക്ക് ഹാർഡ് വർക്ക് UDF ചെയ്താൽ മാത്രമേ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റൂ. കാര്യം ഒരു ഇടത് കോട്ടയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കാര്യം 5 പതിറ്റാണ്ട് അല്ലെങ്കിൽ 50 വർഷത്തിലേറെയായി ഒരു കോർപ്പറേഷൻ LDF ഭരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയും സ്വാധീനമുള്ള മേഖലയാണ്. പിന്നെ പറയുന്ന അവർക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ LDFന്റെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് അത്ര വലുതാണ്. അപ്പൊ അതെല്ലാം മറികടക്കാൻ കോൺഗ്രസ് അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലെങ്കിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയാൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പറയുന്ന പോലെ ഇപ്പോ NDAക്ക് 7 സീറ്റാണ്. 2015 തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റിൽ നിന്ന് NDA 2020 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് വർദ്ധിപ്പിച്ച് 7 സീറ്റിലേക്ക് അവർ ഉയർന്നിട്ടുണ്ട്. അപ്പോ പിന്നെ NDA പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ അത് UDFന് അനുകൂലമായി വരാം. കാര്യം LDFന്റെ കോട്ടയിലെ വോട്ടുകളാണ് ചോരുന്നതെങ്കിൽ അത് UDFന് അനുകൂലമായി വരാം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് മറ്റുള്ള കോർപ്പറേഷൻ പോലെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ UDFന് അല്ലെങ്കിൽ UDF അത്രയും അടിത്തട്ടിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ കോൺഗ്രസ് അതിന്റെ എല്ലാ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനപ്പെട്ട മുന്നണി നേതാക്കന്മാരെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന CP സലീം മത്സരിക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ നേതാവ് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഷിബു മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരെയും നിലവിലെ കോർപ്പറേഷന്റെ പ്രതിപക്ഷത്തെ നയിച്ച KC ശോഭിത ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. വീണ്ടും എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് UDFന്റെ പുറത്തിറക്കിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കാര്യമായ സ്വാധീനമുള്ള കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരേപോലെ ഒറ്റ മനസ്സായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ
ഇത്തവണ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. മറുഭാഗത്ത് CPM-ന്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന സംഘടനാ സംവിധാനമാണ്. 2001 തെരഞ്ഞെടുപ്പിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് ഒരു MLA ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഒരു MLA ജയിപ്പിക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലെ അട്ടിമറി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഏകോപന ചുമതലയുള്ളത്. CPM-ന്റെ മുസാഫിർ അഹമ്മദ് നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു. ആ മുസാഫിർ അഹമ്മദിനാണ് മേയർ സ്ഥാനാർത്ഥിയായി CPM പ്രൊജക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇടതുമുന്നണിയിൽ CPM-ന് മാത്രം ആണ് കാര്യമായ സ്വാധീനം ഈ കോർപ്പറേഷനകത്തുള്ളത്. CPI-യും കോൺഗ്രസും NCPയും എല്ലാം മത്സരിക്കുന്നുണ്ടെങ്കിലും CPM-ന്റെ ആ പ്രവർത്തന മികവും സംഘടനാ മികവും തന്നെ അവർ ഇത്തവണയും അധികാരത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് CPM നേതൃത്വം പങ്കുവെക്കുന്നത്. BJPക്കും സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാറാട്, ബേപ്പൂര് പോലെയുള്ള, പുതിയാപ്പ പോലെയുള്ള തീരപ്രദേശങ്ങൾ എന്നും BJPയുടെ കുത്തക പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ, വെള്ളയിൽ ബീച്ച് പോലുള്ള പ്രദേശങ്ങളിൽ BJPക്ക് എൻ ബ്ലോക്കായി വോട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ഇത്തവണ 7-ൽ നിന്ന് അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നും പ്രതിപക്ഷമായി മാറാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്തായാലും എല്ലാവിധ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കോൺഗ്രസ് ഉറച്ച പോരാട്ടത്തിലാണ്. 50 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ ജയിച്ചേ മതിയാകൂ. DCCയുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്ലാനോട് കൂടിയാണ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ കോഴിക്കോട് കോർപ്പറേഷനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളിലുണ്ടായ അഴിമതിയാണ്. പിന്നൊന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ നേരിടുന്നുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൈക്കൂലി ആരോപണങ്ങളും നിരവധി ഉണ്ടായിരുന്നു. അതായത് ഈ ഓഫീസിംഗ് വിവാദം, കോർപ്പറേഷൻ ഈ ടെൻഡർ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാത്തതിലൂടെ ഈ ഓഫീസിംഗ് സംവിധാനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് UDF കൗൺസിലർമാർ നേരത്തെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നഗരം സൗന്ദര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വെളിച്ച സംവിധാനങ്ങൾ സ്ഥാപിക്കൽ, നടപ്പാതകൾ നവീകരിക്കൽ തുടങ്ങിയ പദ്ധതികളിൽ ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതായും കരാറുകൾ നൽകിയതിൽ ക്രമക്കേടുകൾ ഉണ്ടായതും പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കെട്ടിട നിർമ്മാണ അപേക്ഷകളിലെ കൈക്കൂലി, ഇതൊരു സ്ഥിരം ആരോപണമാണ് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. വിവിധ സോണൽ ഓഫീസുകളിലും പ്രധാന ഓഫീസുകളിലും കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ടും നമ്പർ ഇടുന്നതും തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ നേരിടുന്നുണ്ട്. ഇപ്പോ സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചിരിക്കുന്ന LDF സർക്കാരിന്റെ അഴിമതിയും മറ്റും നിലനിൽക്കെ തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള ഇത്തരം അഴിമതി ആരോപണങ്ങളെല്ലാം UDF വളരെ പ്രകടമായും എഫക്റ്റീവായും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ ക്യാമ്പയിനുകൾ ശക്തമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനി എത്ര തന്നെ LDF-ന്റെ എണ്ണയിട്ട യന്ത്രം പോലത്തെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ശരി, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിനെതിരെ ചിന്തിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി UDF കൗൺസിലർമാരും അതിന്റെ പ്രവർത്തകരും തയ്യാറാവുകയാണ് എങ്കിൽ കോഴിക്കോടിന്റെ മനസ്സും ഒന്ന് ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. അല്ല, 50 വർഷം ഒരേ സർക്കാർ അല്ലെങ്കിൽ ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ചേച്ചി പറഞ്ഞതുപോലെ എത്ര അഴിമതി ആരോപണങ്ങൾ വന്നില്ലെങ്കിൽ പോലും 50 വർഷം, നമുക്കറിയാം തുടർച്ചയായി 2 വർഷം ഇടത് സർക്കാർ ഭരിച്ചപ്പോൾ കേരളം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അപ്പൊ 50 വർഷമായി ഒരു കുത്തക പോലെ നടക്കുന്നിടത്ത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്തായിരിക്കും വോട്ട് വരുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ലീഗിന്റെ വലിയ വ്യക്തമായ, അല്ലെങ്കിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലീഗിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് വരുമ്പോഴും കോൺഗ്രസ് വിമതന്മാരില്ലാതിരിക്കുമ്പോൾ പോലും അതെല്ലാം കോൺഗ്രസിന് പോസിറ്റീവ് ആവും. ഈ NDAക്ക് മുഖ്യ പ്രതിപക്ഷമാകണം എന്ന് പറഞ്ഞത് നമുക്ക് 7 സീറ്റേ ഉള്ളൂ. കോൺഗ്രസും NDAയും തമ്മിൽ 10 സീറ്റിന്റെ വ്യത്യാസമാണുള്ളത്. അപ്പൊ NDAക്ക് കിട്ടുന്ന വോട്ടുകൾ LDF-ന്റെ കോട്ടയിൽ നിന്ന്, അല്ലെങ്കിൽ LDF കോട്ട എന്ന് പറയുന്നിടത്ത് നിന്ന് ചോരുന്ന വോട്ടുകളാണെങ്കിൽ അത് ഒരുപക്ഷെ UDF-ന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കോഴിക്കോട്. അതുകൊണ്ട് വിജയിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. എന്താണ്, നന്നായി പരിശ്രമിച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനും UDF-ന്റെ കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ്. അതായത് തൂണിലും തുരുമ്പിലും രാഷ്ട്രീയം പറയുന്ന കോഴിക്കോട്ടിന്റെ മനസ്സ് ഇതുവരെ CPM-ന് അനുകൂലമായിട്ടാണ് നിന്നതെങ്കിലും പാളയം മാർക്കറ്റിലെ നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പാളയം മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ CPM അനുകൂലികളായ തൊഴിലാളികൾ പോലും സമരരംഗത്ത് ഇറങ്ങിയ സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ചേച്ചി പറഞ്ഞതുപോലെ നഗര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ നിരന്തരമായി കോൺഗ്രസ് സമരത്തിന്റെ പാതയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ പാതയിലായിരുന്നു. തൊട്ടടുത്ത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് തൊട്ടടുത്ത് കോർപ്പറേഷനിനകത്ത് സ്ഥിതി
ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവാദങ്ങളുണ്ട്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിൽ മാനാഞ്ചിറ ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മുട്ടായി തെരുവിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ അഴിമതിയുണ്ട്. കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം കോർപ്പറേഷനെതിരെ വരുന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് ചർച്ചാ വിഷയമാക്കുകയും ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു കോൺഗ്രസിന് സ്വപ്നം കാണാൻ ഒരു വകയുണ്ട്. പക്ഷേ കോൺഗ്രസ് എത്രത്തോളം പ്രചരണം, അതിന്റെ ആദ്യഘട്ടത്തിലെ പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും പ്രചരണത്തിന്റെ നാളുകൾ തന്നെയാണ്. ഡിസംബർ 11 കോഴിക്കോട് വിധി എഴുതുന്നത്. ഇനിയും 15 ദിവസത്തോളം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വീറും വാശിയുമേറിയ ഒരു പോരാട്ടം തന്നെയാണ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കോൺഗ്രസും നിലനിർത്താൻ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിനകത്ത് ആര് ജയിച്ചാലും അതൊരു നേരിയ മാർജിനുള്ള വിജയമായിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാകില്ല. എന്തായാലും കോൺഗ്രസ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല.